ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി 3 പീസ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്കാദ്യം കട്ടിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൈറ്റി ലെങ്ത്ത് എടുക്കുമ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കണം കേട്ടോ, തയ്യൽ തുമ്പ് കൂടാതെ. എന്നിട്ട് നീളത്തിലും വീതിയിലും നമുക്കൊപ്പം മടക്കിയിടാം. ഇതിനാകെ 16.5 ഇഞ്ച് വിട്ട് കിട്ടണുള്ളൂ കേട്ടോ. വീതി കുറഞ്ഞ മെറ്റീരിയലാണ്, 17 തികച്ചില്ല. അപ്പോൾ ഞാൻ ഇത് 4ആയിട്ട് തന്നെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഈ നൈറ്റിക്ക് അടയാളപ്പെടുത്തുന്ന സ്ലീവിൻ്റെ ലെങ്ത്താണ് കേട്ടോ. അതായത് ഈ തേരിൻ്റെ ഈ ഭാഗമില്ലേ, ആ ഭാഗത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തും. അപ്പോൾ ഇതിന് ആകെ 7 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ വണ്ണം 6 ഇഞ്ചാണ്. അതിന് 2 ഇഞ്ച് ഞാൻ കൂട്ടി ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. അങ്ങനെ ഒരു 8.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് കൂടുതൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ അവിടെ നിന്ന് 7 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി നമുക്കൊരു 3 ഇഞ്ച് ലൂസ് കിട്ടും. അതാണ് നമുക്ക് ചുരുക്കമായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അത് ആ മടക്കി 4ആക്കി മടക്കില്ലേ, ആ ഭാഗത്താണ് കേട്ടോ അത് വരേണ്ടത്. അപ്പോൾ ആ ഭാഗം നമ്മളോട് 3 ഇഞ്ച് താഴത്തും അടയാളപ്പെടുത്തിയിട്ട് ഞാനത് മടക്കി വെക്കുകയാണ്. ആ ലൂസുള്ള ഭാഗം മടക്കി വെക്കുകയാണ്. നമുക്ക് അടയാളപ്പെടുത്തിയത് മനസ്സിലാകാനുള്ള എളുപ്പത്തിന്. ഇപ്പോൾ ഇവിടെ 7 ഇഞ്ച് കറക്റ്റ് ഷോൾഡർ ഉണ്ട് കേട്ടോ. ഇനി 2.5 ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 6.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്നൊരു അവിടെ വരെ സ്ക്വയറായിട്ട് വന്നിട്ട് 6.5 ഇഞ്ചിലേക്ക് വി പോലത്തെ ഷേപ്പാണ് കേട്ടോ നെക്ക് വരുന്നത്. പിന്നെ ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതൊരു ബോക്സാക്കി 7 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത്, എന്നിട്ട് ഇവിടെ നമ്മൾ കുഴിച്ച് വെട്ടണ ഭാഗമില്ല, ഒരു 3.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് നമ്മൾ കുഴിച്ച് വെട്ടണ ഭാഗം വരില്ലേ, ആ ഭാഗം ഉണ്ടത്. ആ ഭാഗത്തൊരു 10.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ സ്ലീവ് കൈ കുഴിച്ച് വെട്ടൂലേ, ആ ഭാഗം വന്ന ഭാഗത്താണ് കേട്ടോ ഈ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണത്. അപ്പോൾ അത് നൈറ്റിയുടെ ബോഡി പീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ നെക്കിൻ്റെ അവിടെ നിന്ന് ആ ഭാഗത്തേക്ക് നമ്മളൊരു ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇത് 3 പീസ് നൈറ്റി ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്ലീവാണിത്. സ്ലീവിന് വേറെ കട്ടിംഗ് ഒന്നുമില്ല, ഷോൾഡർ സെപ്പറേറ്റ് കട്ടിംഗ് ഒന്നുമില്ല. ഇത് നെക്കിൻ്റെ ആ ഭാഗത്തു നിന്ന് ബോഡി പീസിലേക്കാണ് ഇത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണത്. അപ്പോൾ 5 ഇഞ്ചിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, ആ ഭാഗത്തു നിന്ന് നമ്മൾ ഈ 10.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തേക്ക് ഇങ്ങനൊരു ഷേപ്പ് വരയ്ക്കണം. എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് അറ്റം വരെ അങ്ങനെ ഷേപ്പ് ചെയ്യാട്ടോ. നമ്മളിപ്പോൾ സ്ലീവിൻ്റെ ആ ഭാഗം ഷേപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ മടക്കി വെച്ച ആ ഭാഗം നിവർത്തിയിട്ടിട്ടുണ്ട്. നമുക്കത് ഫ്രണ്ടിലെ ചുരുക്കിടാനുള്ള ലൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു 2.5 ഇഞ്ച് വീതിയിലൊരു പീസും കൂടി നമ്മൾ ഫ്രണ്ടിൽ വെക്കണം. അതും കൂടി ഇതിൽ നിന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ തുണി മടക്കിയെടുക്കുമ്പോൾ ഒരു 2 ഇഞ്ച് നീളം കൂട്ടി വേണോട്ട് എടുക്കാൻ. സാധാരണ എത്ര ഇഞ്ചാണോ നമുക്ക് നൈറ്റിയുടെ ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്ന് 2 ഇഞ്ച് കൂടുതലെടുക്കണം. അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്ത സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഭാഗമൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് പോലെ ചുരുക്ക് വരാനുള്ളതാണ്. അപ്പോൾ ഈ ഭാഗം ഞാൻ കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളയാണ്. ഇനിയിപ്പോൾ ആ ചുരുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് ചെയ്യാണ്ട് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ സൈഡിൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചുരുക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര കൊട്ട പോലെയൊക്കെ എടുക്കൂലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒതുങ്ങിയിരിക്കും. അപ്പോൾ ആ ഷേപ്പ് ചെയ്ത ഭാഗം കൈയുടെ ചെരിച്ച് വെട്ടിയിട്ടില്ലേ, ആ ഭാഗത്തിൻ്റെ അവിടെ വരെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ നൈറ്റി പീസ് കണ്ട ഇവിടെ ഒരു 2 ഇഞ്ച് കയറി വരുന്നതാണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഇഞ്ച് മൊത്തത്തിൽ കൂട്ടിയെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ 5 ഇഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് കഴിച്ചിട്ട് ബാക്കി 2.5 ഇഞ്ച് നമുക്ക് വേറൊരു പീസും കൂടി വെക്കണമല്ലോ. അപ്പോൾ അതും ഈ പീസിൽ നിന്ന് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ 5 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെങ്കിലും ആ 2.5-ലല്ല ഞാൻ കട്ട് ചെയ്യണേ, 1/2 ഇഞ്ച് കയറ്റിയിട്ടാണ് കട്ട് ചെയ്യണേ. ബോഡി പീസിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് കറക്റ്റ് 2.5 എടുത്താൽ ലെങ്ത്ത് കുറയുമല്ലോ. അപ്പം ഇത്തിരി കയറ്റിയിട്ട് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ആദ്യം സ്ലീവ് വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് 2.5 ഇഞ്ച് ഇട്ടിട്ടാ. ഈ നെക്കിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നുള്ള 2 ഇഞ്ച് കഴിച്ചിട്ടാണ് നെക്കിൻ്റെ 5 ഇഞ്ച് അടയാളപ്പെടുത്തണേ കേട്ടോ. അതും ശ്രദ്ധിക്കണം.
കണ്ട ഇതിപ്പോൾ 2 ഇഞ്ച് ഉണ്ട്. നമുക്ക് 2.5 ഇഞ്ചാണ് ഫിനിഷിങ് വേണ്ടത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പോടുകൂടി ഇവിടെ ഒരു 3.5 ഇഞ്ച് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സെൻറ്ററിൽ ഫ്രണ്ടിൽ വയ്ക്കുന്ന പീസ് നെക്ക് കഴിഞ്ഞിട്ട് ബാക്കി താഴെ വരുന്ന പീസ് കേട്ടോ. അപ്പോൾ ഇവിടെ നെക്കിൻ്റെ 2.5 ഇഞ്ച് ഞാൻ വിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ ആ ഭാഗത്ത് സ്ലീവ് വെച്ചിട്ട് ആ ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2.5 ഇഞ്ചിൻ്റെ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ആ പീസിൻ്റെ തയ്യൽ തുമ്പോടുകൂടി ഒരു 3.5 ഇഞ്ച് എടുത്തിട്ടാണ് ഞാനിതിവിടെ കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് 2.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഈ സ്ലീവ് വെട്ടിയിട്ടില്ലേ ആ ഭാഗം വെച്ചിട്ട് ആ ഷേപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3.5 ഇഞ്ചിൽ ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വി ഷേപ്പിൽ. ഇനി ഇവിടെ 2.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യും. ഇവിടെ ഒരു 4 ഇഞ്ച് ഇട്ടാ 4 ഇഞ്ച് വരണം. താഴത്തേക്ക് വരുമ്പോൾ വിഡ്ത്ത് കൂടുതൽ വരണം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ലീവിൻ്റെ ആ ഭാഗം ഇതുമ വെച്ചിട്ട് ആ ഷേപ്പിനിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ വരും. ഇപ്പോൾ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ അരയിഞ്ച് കയറ്റി വെച്ചേക്കണം ആ പീസ്. ആ ഷേപ്പിൽ തയ്യൽ തുമ്പിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലത്തെ 2 പീസും ബാക്കിലും ഫ്രണ്ടിലും ഒരേ കട്ടിങ്ങാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിലത്തേക്കും പിന്നെ ഇതുപോലെ തന്നെ 2 പീസ് കട്ട് ചെയ്തെടുത്താൽ ബാക്കിലത്തേക്കും നമുക്ക് കിട്ടും. എല്ലാം ആ മുകളിലത്തെ ആ പീസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. വേറെ ഇതിന് കട്ട് പീസൊന്നും നമുക്ക് ആവശ്യം വന്നില്ല. എന്നിട്ട് നമ്മളിത് പൈപ്പിംഗ് വെച്ച് അടിക്കുകയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നൈറ്റിയുടെ അളവിനെക്കാട്ടി 2 ഇഞ്ച് കൂടുതൽ എപ്പോഴും നമ്മളിതിന് കണക്കാക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ കളറ് ക്രോസ് പീസ് കട്ട് ചെയ്താണ് പൈപ്പിംഗ് പിടിപ്പിക്കണത്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1.25 ഇഞ്ച് വിഡ്ത്തിൽ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് നല്ല സിമ്പിളായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഏത് അറിയാൻ പാടില്ലാത്തവർക്കും ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ ഈ ക്രോസ് പീസ് ഒപ്പം 2ആക്കി മടക്കും. എന്നിട്ട് ആ കട്ട് ചെയ്തേക്കണ ഭാഗം ഉണ്ടല്ലോ, മടക്കിയ ഭാഗമല്ല കട്ട് ചെയ്ത ഭാഗം, കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ആ വശത്ത് ഈ ചരട് വെച്ചിട്ട് നമ്മൾ ആ ഭാഗം ചെറുതായിട്ടൊന്നും അരികെ മടക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഭാഗം മടക്കി അടിക്കേണ്ടി വരുന്നില്ല. ഒപ്പം മടക്കിയേക്കണതുകൊണ്ട് ഒരു ഭാഗം നമ്മൾ മടക്കി അടിക്കണ്ട. അപ്പോൾ മടക്കല്ലാത്ത ഭാഗത്ത് നമ്മൾ ഈ ചരട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന്, ഒപ്പം മടക്കണ്ട, ചെറുതായിട്ട് ഒന്ന് മടക്കിയടിക്കും. അപ്പോൾ ഒരരികെ നല്ല മടക്ക് ഭാഗം വരും, ഒരരികെ ഇങ്ങനെ പൈപ്പിങ്ങിൻ്റെ ആ ഭാഗം വരും കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ സ്ലീവിൻ്റെ ഇതാണ് എടുത്തേക്കണത്. ഇതേപോലെ ഇതിൻ്റെ അരികത്ത് വെച്ചടിക്കും. 1 സൈഡ് പ്രഷർ ഫുട്ട് ഇട്ടിട്ട് ഇതിൻ്റെ അരികത്ത് വെച്ച് നമ്മളിത് അടിക്കും. അപ്പോൾ നമ്മളിത് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുറങ്ങാണി അടിക്കുമ്പോൾ ആ ക്രോസ് പീസ് നല്ല ഭംഗിയായി തന്നെ ഒരേ വിഡ്ത്തിലും കിട്ടും നമുക്ക്. വേറെ ഒന്നും അതുമേ ചെയ്യേണ്ടിയും വരില്ല. അപ്പോൾ ഞാൻ ഇതങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മറിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ പൈപ്പിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഭാഗം നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ തുമ്പൊന്നും പുറത്ത് കാണുകയുമില്ല. അപ്പോൾ ഇങ്ങനെ പൈപ്പിംഗ് തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. എളുപ്പമുള്ളൊരു പണിയാണിത്. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിലും ആ പൈപ്പിംഗ് അതുപോലെ ചെയ്ത് വയ്ക്കണം. ക്രോസ് പീസ് എടുത്തിട്ട് ഒപ്പം മടക്കിയിട്ട് പിന്നെ ആ മടക്കല്ലാത്ത ഭാഗത്ത് ഈ ആ പൈപ്പിങ്ങിൻ്റെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ മടക്കിയടിക്കും. എന്നിട്ട് ഇത് ഈ പീസുമ്മ വെച്ച് പതിച്ചടിക്കണേണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കഴുത്തിൻ്റെ 5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ആ ഭാഗത്താണ് നമ്മൾ ഈ പീസ് വി പോലത്തെ ഈ പീസ് വയ്ക്കാനുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ബോഡി പീസും കൂടി വെച്ച് നോക്കിയിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. കറക്റ്റ് നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടണ്ടോയെന്ന് ഇപ്പം നോക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോഡി പീസ് സ്ലീവിൻ്റെ ഈ ഭാഗത്തായിട്ട് വെച്ച് നോക്കണം. കഴുത്തിൻ്റെ ആ 5 ഇഞ്ചിൻ്റെ ഭാഗത്ത് ആ വി പോലത്തെ ഭാഗം വെച്ചിട്ട്
ഈ കൈക്കുഴിയുടെ ആ ഭാഗത്തുനിന്ന് ഈ പീസ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. കറക്റ്റ് ആ പോയിന്റിൽ മാർക്ക് ചെയ്യണം. ആ ഭാഗത്ത് ഒരു 2 ഇഞ്ചോളം നമുക്ക് വരും. പക്ഷേ നമ്മളത് ആ 2 ഇഞ്ച് താഴത്തേക്ക് വെട്ടിക്കളയരുത്. 2 ഇഞ്ച് അവിടെ അങ്ങനെ നിൽക്കട്ടെ. ഇപ്പം നമ്മളവിടെ ഒരു മാർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ വി പോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചുരുക്കിട്ട് കഴിയുമ്പോൾ അവിടുത്തെ ആ വി പോലത്തെ ആ ഭാഗം നമുക്ക് വേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചുരുക്കിടുമ്പോൾ സാധാരണ ചുരുക്കിടുന്നത് ഇതേപോലെ അങ്ങനെ ചുരുക്കിടരുത്. ചുരുക്കിടുമ്പോൾ സെൻറ്റർ ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഈ ചുരുക്ക് ഇങ്ങനെ പിടിച്ച് വയ്ക്കണം. അപ്പോൾ കണ്ട ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരു കയറ്റിറക്കം വരും. ഇങ്ങനെ കിട്ടണം, എന്നാലാണ് ആ ചുരുക്ക് അതുപോലെ തന്നെ താഴത്തേക്ക് എടുക്കുള്ളൂ. അല്ലെങ്കിൽ ആ ചുരുക്ക് വശങ്ങളിലേക്ക് പോകും. അപ്പോൾ ചുരുക്കെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതേപോലെ സ്റ്റെപ്പായിട്ട് വരും. എന്നിട്ട് നമ്മൾ ആ വി പോലത്തെ പീസ് വെച്ച് നോക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ മുകളിലാണ് അധികം കട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. താഴെ ആ കറക്റ്റ് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യേണ്ടതായി കിട്ടും. അപ്പോൾ എപ്പോഴും ചുരുക്കിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കളയാൻ. അല്ലെങ്കിൽ ലെങ്ത്തിൽ വ്യത്യാസം വരും. ഫ്രണ്ട് പൊങ്ങി ഇരിക്കും നൈറ്റ് തയ്ച്ചിട്ട് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ആ കൈക്കുഴിയുടെ ആ ഭാഗത്ത് മാത്രം അധികം വന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗം തയ്യൽ തുമ്പ് മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചുരുക്ക് എപ്പോഴും ഇതുപോലെ ഇടാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ചുരുക്കിട്ട് കഴിഞ്ഞിട്ട് ഈ വി പോലത്തെ പീസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തയ്യൽ തുമ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ വി പോലത്തെ പീസ് ഇതുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഒന്നും കൂടി ചെയ്ത് ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ എല്ലായിടത്തും വേണ്ടത്. അത് ആ ഷേപ്പിൽ തന്നെ വെച്ചടിക്കണം. ആ വി പോലത്തെ ഭാഗത്ത് വരുമ്പോൾ കുത്തി നിർത്തി അടിക്കണം. എല്ലായിടത്തും ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ വന്നത്. അതുകൊണ്ട് ഫ്രണ്ട് ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചാൽ നമുക്ക് ബാക്കും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഇതുമ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിന് വേണ്ടി നമ്മൾ ആദ്യം 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ നെക്കിൻ്റെ ലെങ്ത്ത്, ആ ലെങ്ത്തിൻ്റെ ആ ഭാഗത്ത് ഇത് പിടിപ്പിച്ചിട്ട് നമ്മൾ കൈക്കുഴിയുടെ ആ ഭാഗത്തേക്ക് അടിച്ചെടുക്കണം. അങ്ങനെ 4 വശത്തും നമ്മൾ ചെയ്യണം. അതായത് ഫ്രണ്ടിൻ്റെ 2 വശത്തും ബാക്കിൻ്റെ 2 വശത്തും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബോഡി പാർട്ടിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗത്തും നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ 2 ഭാഗവും അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന് എലാസ്റ്റിക് വെക്കാനുള്ളതാണ്. സ്ലീവ് വെറുതെ ഇടുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഞാനിത് ഒരു എലാസ്റ്റിക് വെച്ച് ചെറിയ ചുരുക്ക് പോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്, ഒരു 13 ഇഞ്ച് ലെങ്ത്തിൽ. എന്നിട്ട് നമ്മൾ ഒരറ്റത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് തള്ളിയിട്ടിട്ട് നമ്മൾ ഇവിടെ ആ എലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. 2 സ്ലീവും അതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള വീഡിയോസും ഒന്ന് പോയി കാണണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഇതിനകത്തുണ്ട്. സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാനും സ്റ്റിച്ച് ചെയ്ത് പഠിക്കണവർക്കും ആവശ്യത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. നെക്കിൻ്റെയും ആം ഹോളിൻ്റെയും എല്ലാം കട്ടിങ്ങൊക്കെ ഞാൻ അതിനകത്ത് ഓരോ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണം. ഇപ്പോൾ ഈ സ്ലീവ് എലാസ്റ്റിക്കും വെച്ച് സൈഡും കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നൈറ്റിയുടെ ഫിനിഷിങ് വർക്ക് ചെയ്താണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.